നമുക്ക് ഭാരത് മാതാ ഉണ്ടോ? ഭാരത് മാതാ ഉണ്ട് എങ്കിൽ അതൊരു സെക്കുലർ മാതാവാണ്. അത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഹിന്ദു ട്രേസ് ഇല്ലാത്ത മാതാവാണ്. ലെറ്റ് us ബി വെരി ക്ലിയർ. നമ്മൾ മീനിയൽ പൊളിറ്റിക്സിന് പുറകെ പോകുന്നതിന് മുമ്പ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സ്പിയർ. അത് ഈ രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്സ് ആണ്. അത് CPM-ന്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ BJP-യുടെ പൊളിറ്റിക്സോ എന്ന് പറഞ്ഞ് നമ്മൾ പരോക്കിയൽ ഇൻട്രസ്റ്റിലേക്ക് വരാതെ ഈ രാജ്യം എന്തിനു വേണ്ടി മാതാവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഏത് അർത്ഥത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളൊരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവിടെ കൃത്യമായി രാജ്യം നമ്മളോട് പറയുന്നു അതൊരു സെക്കുലർ മാതാവാണ്. കാര്യം സെക്കുലർ അല്ലായിരുന്ന പോർഷൻ സെക്കുലർ ആക്കുന്ന രീതിയിലേക്ക് അതിന് ഡിലീഷൻസ് നടത്തിയാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് അത് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആനന്ദനാഥ് മന്ദിരെ വന്ദേ മാതരം എന്ന് പറയുന്ന പൂർണ്ണ രൂപത്തിൽ നമുക്ക് വരാത്തത്. മാതാവ് ഉത്ഭവിക്കുന്നത് അവിടെയാണ്, വേറൊരിടത്തും അല്ല ഉത്ഭവിക്കുന്നത്. 1895 തൊട്ടാണ് അത് വരുന്നത്, 75 തൊട്ടാണ് അത് വരുന്നത്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിലേക്ക് ഈ പറയുന്ന കൾച്ചറൽ നാഷണലിസത്തിന്റെ ട്രേസ് വരാൻ സാധ്യതയുണ്ട്. ഹിന്ദുത്വത്തിന് സാധ്യത കയറി വരുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ടാഗോർ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നത്. ടാഗോറാണ് അത് ആദ്യം പാടുന്നത്, ടാഗോറാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത്. 1896 ടാഗോർ അത് ആദ്യം പാടുന്നത് കോൺഗ്രസിലാണെങ്കിൽ, കൽക്കട്ട കോൺഗ്രസിലാണെങ്കിൽ 1937 ടാഗോർ തന്നെ അതിന്റെ രണ്ടാമത്തെ പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അത്രയും ചരിത്രമുണ്ട് ഇതിന്. അങ്ങനെ വന്ന മാതാവിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മാതാവ് ഉണ്ടെങ്കിൽ അത് മതനിരപേക്ഷ മാതാവാണ്, മതമുള്ള മാതാവല്ല എന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. മതനിരപേക്ഷ മാതാവ് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ രാജ്യം. കാര്യം രാജു പി നായർ പറഞ്ഞല്ലേ, ഫാദർഹുഡിന് അല്ലെങ്കിൽ ഫാദർ ലൈക്ക് ഫിഗറിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന വെസ്റ്റേൺ ഫാദർലാൻഡ് എന്നാണ് വെസ്റ്റേണിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഇവിടെ മാതൃത്വത്തിനാണ് പ്രാധാന്യം, അമ്മയ്ക്കാണ് കൂടുതൽ സാധ്യതകൾ, അമ്മയാണ് പോരാളി എന്നുള്ള അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ ഏതാണ്ട് ഒരു ഓപ്പോസിറ്റ് ഡയലക്റ്റിക്കൽ പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് സത്യം. അപ്പം ഈ പറയുന്ന ആർലേക്കറിന്റെ ജോലി ഈ പറയുന്ന ഭരണഘടനയെ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹീ ഈസ് എ മാൻ ഹു ഈസ് ഡിഫെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ള ഓത്തെടുക്കുന്ന ആൾക്കാരിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഗവർണറേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ മനുഷ്യൻ അദ്ദേഹത്തിന് RSSന്റെ കാര്യാലയത്തിൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ ഇത് വെക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കണമെങ്കിൽ അദ്ദേഹത്തിന് വെക്കാം. ഈ രാജ്യം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിമ്പൽ അല്ലാത്തതൊന്നും ഈ രാജ്യത്തെ ആരും അംഗീകരിക്കേണ്ട. അത് ആര് തൊഴുതാലും, അതിപ്പോൾ നിഷാദ് റാവുത്തർ നാളെ പോയി എന്നാൽ തൊഴുതേക്കാന്ന് വിചാരിച്ചാലും മറ്റൊരാൾ തൊഴുതേക്കാന്ന് വിചാരിച്ചാലും അത് ഈ രാജ്യത്തെ മതനിരപേക്ഷ മനുഷ്യൻ, ഇന്ത്യയിലെ പൗരൻ അംഗീകരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ആർലേക്കർ പറയും ഇത് ഭാരത് മാതാവാണ്. മാതാവിന് പറഞ്ഞ എന്താ പ്രശ്നം? ഈ നാടിന്റെ മാതാവല്ലേ? ഈ നാടിന്റെ മാതാവല്ല കാണിച്ചിരിക്കുന്നത്. മാതാവിനെ തൊഴുന്നതിന് ഒരു പ്രശ്നവും ഇല്ല, ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. എല്ലാവരും ഒരുപോലെ നിൽക്കും. ഇപ്പോഴും വന്ദേ മാതരം പാടുന്നുണ്ടല്ലോ.